Good morning, students. അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് ടോപ്പിക്കാണ് പോർട്ട്ഫോളിയോ അനാലിസിസിലെ പോർട്ട്ഫോളിയോ സെലക്ഷൻ തിയറി. പോർട്ട്ഫോളിയോ സെലക്ഷൻ തിയറി നമ്മൾ പോർട്ട്ഫോളിയോ എങ്ങനെ സെലക്ട് ചെയ്യാം അതിന് കുറേ ബേസിക് ആയിട്ടുള്ള തിയറീസ് പറയുന്നുണ്ട്. അതാണ് നമ്മളിനി ചെയ്യുന്നത്. അപ്പം മാർക്കോയിസ് തിയറി, ദിസ് ഇസ് ദ ഫസ്റ്റ് തിയറി ഇൻ ദി പോർട്ട്ഫോളിയോ സെലക്ഷൻ തിയറി. പോർട്ട്ഫോളിയോ സെലക്ഷൻ ചെയ്യുന്നതിന് നമുക്കറിയാം, നമ്മൾ പെട്ടെന്ന് സെലക്ട് ചെയ്താൽ അതൊരു ബെസ്റ്റ് പോർട്ട്ഫോളിയോ ആവില്ല. എല്ലാ കോമ്പിനേഷനും ഐഡൻറ്റിഫൈ ചെയ്ത് അതിൽ ഏറ്റവും റിസ്ക് കുറച്ചുകൊണ്ട് ഏറ്റവും കൂടുതൽ റിട്ടേൺ കിട്ടുന്ന രീതിയിൽ നമ്മൾ അറേഞ്ച് ചെയ്താലാണ് നമുക്ക് മാക്സിമം റിട്ടേൺ കിട്ടുള്ളൂ അല്ലേ. ഈച്ച് ആൻഡ് എവറി ഇൻവെസ്റ്റർ വാണ്ട്സ് ടു മാക്സിമം റിട്ടേൺ വിത്തിൻ the minimum risk. So there is so many theories related with the portfolio selection. First one is a Marcos theory. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു തിയറിയാണ്. സോ എന്ന് വെച്ചാൽ കുറച്ച് വൈഡായിട്ട് പറയുന്നുണ്ട്. വാട്ട് ഈസ് എ മോഡേൺ പോർട്ട്ഫോളിയോ തിയറി? ദിസ് ഈസ് ഓൾസോ നോൺ ആസ് മോഡേൺ portfolio theory, MPT theory എന്നും പറയും. അപ്പം മാർക്കോയ്സ് തിയറി is also known as modern portfolio theory. It's also known as MPT theory. Modern portfolio theory, MPT theory, is a theory on how risk-averse investors can construct portfolio to maximum expected return based on a given level of market risk. അതായത് നമുക്ക് നൽകിയിട്ടുള്ള ലെവൽ ഓഫ് മാർക്കറ്റ് റിസ്ക്, നമ്മുടെ അവൈലബിൾ ആയിട്ടുള്ള മാർക്കറ്റ് റിസ്കിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട്, അതായത് നമുക്ക് റിസ്ക് ഒരു സർട്ടൻ എക്സ്റ്റെൻറ്റ് വരെ മാത്രമാണ് റെഡ്യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ആ ഒരു ലെവലിന് അപ്പുറം നമുക്ക് ഒരിക്കലും റിസ്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പം മാർക്കറ്റ് റിസ്കിൻ്റെ ലെവലിൽ നിന്നുകൊണ്ട് തന്നെ മാക്സിമം എക്സ്പെക്റ്റഡ് റിട്ടേൺ, ഏറ്റവും കൂടുതൽ റിട്ടേൺ, മാക്സിമം എക്സ്പെക്റ്റഡ് റിട്ടേൺ എങ്ങനെ നമുക്ക് ഉണ്ടാക്കാം, ആ ഒരു രീതിയിൽ എങ്ങനെ പോർട്ട്ഫോളിയോ അറേഞ്ച് ചെയ്യാം എന്നതിനെ കുറിച്ചാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. മോഡേൺ പോർട്ട്ഫോളിയോ തിയറി ഓൺ ഹൗ റിസ്ക് അവേഴ്സ് ഇൻവെസ്റ്റേഴ്സ്. റിസ്ക് അവേഴ്സ് ഇൻവെസ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ റിസ്ക് റെഡ്യൂസ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഇൻവെസ്റ്റേഴ്സാണ് റിസ്ക് അവേഴ്സ് ഇൻവെസ്റ്റേഴ്സ്. ക്യാൻ കൺസ്ട്രക്ട് പോർട്ട്ഫോളിയോ, എങ്ങനെ ഒരു പോർട്ട്ഫോളിയോ കൺസ്ട്രക്ട് ചെയ്യും. വിത്സ് എ തിയറി ഫോർ ഹൗ വി ക്യാൻ കൺസ്ട്രക്ട് എ പോർട്ട്ഫോളിയോ ടു മാക്സിമൈസ് എക്സ്പെക്റ്റഡ് റിട്ടേൺ ബേസ്ഡ് ഓൺ ദി ഗിവൺ ലെവൽ ഓഫ് മാർക്കറ്റ് റിസ്ക്. നമ്മുടെ ഗിവൺ ലെവൽ ഓഫ് മാർക്കറ്റ് റിസ്കിൽ നിന്നുകൊണ്ട് എങ്ങനെ നമുക്ക് മാക്സിമം എക്സ്പെക്റ്റഡ് റിട്ടേൺ ഉണ്ടാക്കാം എന്നുള്ള രീതിയിൽ ആ ഒരു കാര്യമാണ് ഈ ഒരു തിയറിയിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പോൾ ഈ തിയറീൻ്റെ ബേസിക് എന്ന് പറയുന്നത് ഇതാണ്. ഓൺ വിച്ച് ഹൗ റിസ്ക് അവേഴ്സ് ഇൻവെസ്റ്റേഴ്സ് ക്യാൻ കൺസ്ട്രക്ട് പോർട്ട്ഫോളിയോ കൺസ്ട്രക്ട് ചെയ്യാൻ കഴിയും. എങ്ങനെ? ടു മാക്സിമൈസ് എക്സ്പെക്റ്റഡ് റിട്ടേൺ ബേസ്ഡ് ഓൺ ദി ഗിവൺ ലെവൽ ഓഫ് മാർക്കറ്റ് റിസ്ക്. Harry Marcos, this theory is introduced by the Harry Marcos, pioneers to this theory. In his paper portfolio selection, അയാളുടെ പേപ്പർ പോർട്ട്ഫോളിയോ സെലക്ഷനിലാണ് ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്, which was published in Journal of Finance in 1952. Understanding modern portfolio theory, his findings greatly changed the assets management theory, and his theory is still considered as a cutting edge on the portfolio management. അപ്പോൾ this theory is introduced by Harry Marcos ആണ് ഈ തിയറി ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. Pioneered this theory in his paper portfolio selection എന്ന് പറയുന്ന പേപ്പറിലാണ് ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തത്, which was published in the Journal of Finance in the 1952 പബ്ലിഷ്ഡ് ജേർണൽ ഓഫ് ഫിനാൻസിൽ പബ്ലിഷ് ചെയ്തു. അണ്ടർസ്റ്റാൻഡിങ് മോഡേൺ പോർട്ട്ഫോളിയോ തിയറി, മോഡേൺ പോർട്ട്ഫോളിയോ തിയറി അണ്ടർസ്റ്റാൻഡ് ചെയ്യണമെങ്കിൽ വേണ്ടിയിട്ട് ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. His finding generally changed the assets management industries. Now it's also used in assets management industry ഉപയോഗിക്കലുണ്ട് ഈ തിയറി. ആൻഡ് ഹിസ് തിയറി is still considered as a cutting edge in the portfolio management. അതായത് പോർട്ട്ഫോളിയോ മാനേജ്മെൻറ്റിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് അല്ലെ കട്ടിങ് എഡ്ജ്, നമ്മൾ പോർട്ട്ഫോളിയോ എവിടെ വാങ്ങണം വിൽക്കണം എന്നുള്ള കാര്യം, അതായത് അതൊരു കട്ടിങ് എഡ്ജ് ആയിരിക്കും. അതായത് ആ ഇമ്പോർട്ടൻ്റ് ഡിസിഷൻ എടുക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു തിയറിയാണ് മാർക്കോസ് തിയറി എന്നത്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തിയറിയാണ്. ഇൻ ദിസ് തിയറി ഓൺ ദി ബേസിസ് ഓഫ് ദിസ് തിയറി സോ മെനി ഡിസിഷൻസ് ആർ ടേക്കൺ ഇൻ ദി പോർട്ട്ഫോളിയോ മാനേജ്മെന്റ്. സോ ഇറ്റ്സ് നോൺ ആസ് കട്ടിംഗ് എഡ്ജ് ഇൻ ദി പോർട്ട്ഫോളിയോ മാനേജ്മെന്റ്. ഓക്കെ, just this is the basic or a content of this theory.
റിസ്ക് അവേഴ്സ് ഇൻവെസ്റ്റേഴ്സിന് പോർട്ട്ഫോളിയോ കൺസ്ട്രക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എങ്ങനെ മാക്സിമം റിട്ടേൺ കിട്ടും വിതിൻ ദി ഗിവൺ ലെവൽ ഓഫ് മാർക്കറ്റ് റിസ്കിൽ നിന്നുകൊണ്ട്. Then modern portfolio theory argue that investment risk and return character should not be viewed alone. നമുക്ക് ഈ ഒരു തിയറി ആർഗ്യൂ ചെയ്യുന്നുണ്ട്. എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് ഒരിക്കലും റിസ്ക്കും റിട്ടേണും കൂടെ ക്യാരക്ടറിസ്റ്റിക്സ് ഷുഡ് നോട്ട് ബി വ്യൂഡ് അലോൺ. ഒന്നിച്ച് നമുക്ക് ഒരിക്കലും വ്യൂ പോയിന്റിൽ കാണാൻ പറ്റില്ല. ഒരേ രീതിയിൽ നിന്നുകൊണ്ട് റിസ്കിനെയും റിട്ടേണിനെയും കാണാൻ കഴിയും. ബട്ട് ഷുഡ് ബി ഇവാലുവേറ്റഡ് ബൈ ഹൗ ദി ഇൻവെസ്റ്റ്മെന്റ് അഫക്ട് ദി ഓവറോൾ പോർട്ട്ഫോളിയോ റിസ്ക് ആൻഡ് റിട്ടേൺ. പക്ഷെ നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാം. നമുക്ക് വ്യൂവിൽ നിന്നുകൊണ്ട് നമ്മുടെ വ്യൂ പോയിന്റ് ഇങ്ങനെയാണ് റിസ്കിനെ കുറിച്ചുള്ള വ്യൂ, റിട്ടേണിനെ കുറിച്ചുള്ള റിവ്യൂ ഇങ്ങനെയാണ്. നമുക്ക് ഫൈനലൈസ് ഒരിക്കലും ചെയ്യാൻ കഴിയില്ല അതിൻ്റെ എല്ലാ ക്യാരക്ടറിസ്റ്റിക്സും. ബട്ട് നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാം. ഇനി നമുക്ക് വിലയിരുത്താം ഹൗ ദി ഇൻവെസ്റ്റ്മെന്റ് എങ്ങനെയാണ് ഇൻവെസ്റ്റ്മെന്റ് അഫക്ട് ചെയ്യുന്ന ഓവറോൾ പോർട്ട്ഫോളിയോ റിസ്ക് ആൻഡ് റിട്ടേൺ. അതായത് മൊത്തത്തിലുള്ള റിസ്ക് ആൻഡ് റിട്ടേൺ എങ്ങനെ ഒരു ഇൻവെസ്റ്റ്മെന്റിനെ എഫക്റ്റ് ചെയ്യും എന്നുള്ള കാര്യം നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റും, വിലയിരുത്താൻ കഴിയും. പക്ഷെ ഇതാണ് അതിനെക്കുറിച്ചുള്ള ഒരു വ്യൂ പോയിന്റ്, ഇങ്ങനെ ആയിരിക്കും എന്ന് പറയുന്നത് നമുക്കൊരു ഒരിക്കലും 100% വ്യൂ എന്ന് പറയുമ്പോൾ എന്താണ്, ഇങ്ങനെയാണ് വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തന്നെയാണെന്ന് ആണ് അതിൻ്റെ അർത്ഥം അല്ലേ. അപ്പം എന്തായാലും നമ്മൾ 100% ഉറപ്പോടു കൂടിയാണ് അവിടെ പറയുന്നത്. അതൊരിക്കലും പോസിബിൾ അല്ല. ബട്ട് അത് കറക്റ്റാണ് സം എക്സ്റ്റെൻറ്റ്. ബട്ട് വി ക്യാൻ ഇവാലുവേറ്റ്. നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാം, നമുക്കൊരു വിലയിരുത്താം ഇങ്ങനെയായിരിക്കും എന്നത്. വിലയിരുത്തൽ ഒരിക്കലും നമ്മൾ 100% 100%-ലല്ല പറയുക. പക്ഷെ നമ്മുടെ വ്യൂ പോയിന്റ് നമ്മൾ എപ്പോഴും പറയുക 100% ലെവലിലായിരിക്കും. ആ ഒരു കോൺസെപ്റ്റാണ് അവിടെ പറയുന്നത്. MTT ഷോസ് an investor can construct a portfolio to multiply asset that will maximize return for a given level of risk. മാക്സിമം റിട്ടേണും given level of risk, ആ ഒരു കാര്യമാണ് ഇവിടെ എപ്പോഴും ഡിസ്കസ് ചെയ്യുന്നത്. Likewise, given a desired level of expected return, an investor can construct a portfolio. Given desired level of expected return, നമ്മൾ എത്രയാണ് പ്രതീക്ഷിക്കുന്ന റിട്ടേൺ, അതിൽ നിന്നുകൊണ്ടായിരിക്കും നമ്മൾ പല രീതിയിലുള്ള പോർട്ട്ഫോളിയോ കൺസ്ട്രക്ട് ചെയ്യുക. അതായത് നിങ്ങളിപ്പോൾ നിങ്ങളുടെ ഒബ്ജക്റ്റീവ് എന്താണോ അതനുസരിച്ചായിരിക്കും നിങ്ങൾ പല രീതിയിലുള്ള വേകൾ തിരഞ്ഞെടുക്കുക. ഫോർ എക്സാമ്പിൾ പറയാം, നിങ്ങൾക്കിപ്പോൾ കോളേജിലേക്ക് 9:30 എക്സാം എഴുതാൻ വരണം എന്നുള്ളത് ഒരു ഒബ്ജക്റ്റീവ് ആണെന്ന് വിചാരിക്കുക. അല്ലെങ്കിൽ നിങ്ങളുടെ ഡിസൈർഡ് ലെവൽ ഓഫ് എക്സ്പെക്റ്റഡ് റിട്ടേൺ എന്ന് പറയുന്നത്, അത് എക്സ്പെക്ടേഷൻ അതാണ്, ആ റിട്ടേൺ എക്സാം എഴുതണം, ആ ഒരു 9:30 എക്സാം. അപ്പം നിങ്ങൾ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യും, അതിനുള്ള ആ ഒരു ലെവലിൽ നിന്നിട്ടായിരിക്കും നിങ്ങൾ പല പോർട്ട്ഫോളിയോ കൺസ്ട്രക്ട് ചെയ്യുക. ദാറ്റ് മീൻസ് പല വേയിൽ കൂടി നിങ്ങൾക്ക് എന്ത് ചെയ്യുക, കോളേജിലോട്ട് എത്താം. അപ്പോൾ നമ്മൾ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളത്, ഏറ്റവും ടൈം റെഡ്യൂസ് ചെയ്തുകൊണ്ട്, കോസ്റ്റ് റെഡ്യൂസ് ചെയ്തുകൊണ്ട് ഏത് രീതിയിൽ കോളേജിൽ എത്തിച്ചേരാം എന്നതിനെ കുറിച്ചായിരിക്കും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അല്ലെങ്കിൽ നമ്മൾ ആ ഒരു വേ ആയിരിക്കും സെലക്ട് ചെയ്യുന്നത്. സെയിം തിങ് തന്നെയാണ് ഇവിടെ പറയുന്നത്. ഗിവൺ ഡിസൈർഡ് ലെവൽ ഓഫ് എക്സ്പെക്റ്റഡ് റിട്ടേൺ ആൻഡ് ഇൻവെസ്റ്റർ ക്യാൻ കൺസ്ട്രക്ട് എ പോർട്ട്ഫോളിയോ വിത്ത് ലോവസ്റ്റ് പോസിബിൾ റിസ്ക്. ഏറ്റവും റിസ്ക് കുറഞ്ഞുകൊണ്ടുള്ളതായിരിക്കും സെലക്ട് ചെയ്യുന്നത്. Based on statistical measures such as variance and correlation, an individual investment performance is less important than how it impacts the entire portfolio. അപ്പം വേരിയൻസും കോറിലേഷനുമാണ് നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്കൽ മെഷർ യൂസ് ചെയ്യുന്നത്. മെയിനായിട്ടും എന്ത് ചെയ്യുന്നത്, നമ്മുടെ റിസ്കിനെ കുറിച്ചൊക്കെ കാൽക്കുലേറ്റ്, റിസ്ക് ആൻഡ് റിട്ടേണിനെ കുറിച്ച് അറിയാൻ വേണ്ടി. ആൻഡ് ഇൻഡിവിജ്വൽ investor performance is less important than how it impact the entire portfolio. അപ്പോൾ ഒരു ഇൻഡിവിജ്വൽ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ പെർഫോമൻസ് എന്ന് പറയുന്നത് ഈസ് ലെസ് ഇമ്പോർട്ടൻറ്റ്, കുറഞ്ഞൊരു ഇമ്പോർട്ടൻ്റ് ഉള്ളൂ ഹൗ ഇറ്റ് ഇമ്പാക്ട് ദി എൻറ്റയർ. ഒരു ഇൻഡിവിജ്വൽ ഇൻവെസ്റ്റ്മെൻറ്റ് എത്രത്തോളം അഫക്റ്റ് ചെയ്യുന്നു എന്ന് പറയുന്നത് അത്ര വലിയൊരു കാര്യമല്ല. പക്ഷേ എൻറ്റയർ മൊത്തത്തിലുള്ള ഈ ഒരു പോർട്ട്ഫോളിയോ എങ്ങനെ അഫക്റ്റ് ചെയ്യുന്നുണ്ടെന്നതാണ്. അതായത് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു സ്റ്റോക്കോ ഡിബഞ്ചർ അങ്ങനെയുള്ള കുറേ ഒരു കോമ്പിനേഷനാണെന്ന് വെച്ചാൽ അതിൽ ഓരോ ഇൻഡിവിജ്വലും എടുക്കുമ്പോൾ അതിൻ്റെ പെർഫോമൻസ് അത്ര വലിയ അഫക്റ്റ് ഉണ്ടായിരിക്കില്ല. മൊത്തത്തിലുള്ള പെർഫോമൻസ് എന്ത് ചെയ്യും, റിട്ടേണിനെ അഫക്റ്റ് ചെയ്യുന്നുണ്ടായിരിക്കും. ആ ഒരു കാര്യമാണ് മോഡേൺ പോർട്ട്ഫോളിയോ തിയറി. മോഡേൺ പോർട്ട്ഫോളിയോ തിയറിൻ്റെ കണ്ടന്റുകളൊക്കെ നമ്മളിവിടെ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള central concept of Marquis modern portfolio theory. There are two main concepts in Marquis modern theory, which are any investor's goal is to maximize return for any level of risk.
അപ്പം രണ്ട് കാര്യമാണ് ഇവിടെ, രണ്ട് മെയിൻ കോൺസെപ്റ്റിൽ നിന്നുകൊണ്ടാണ് മൂഡേൻ മാർക്കോസ് തിയറി പറയുന്നത്. എനി ഇൻവെസ്റ്റേഴ്സ് ഗോൾ ഈസ് ടു മാക്സിമം റിട്ടേൺ ഫോർ എ ലെവൽ ഓഫ് റിസ്ക്. എല്ലാ ഇൻവെസ്റ്ററുടെയും, ഏതൊരു ഇൻവെസ്റ്ററുടെയും ഗോൾ എന്ന് പറയുന്നത് എന്തായിരിക്കും? മാക്സിമം റിട്ടേൺ ഫോർ എനി ലെവൽ ഓഫ് റിസ്ക്. നമുക്ക് തന്നിരിക്കുന്ന, നമുക്ക് അവൈലബിൾ ആയിട്ട് അല്ലെ പോസിബിൾ ആയിട്ട് നമുക്കല്ലെ അവോയ്ഡ് ചെയ്യാൻ പറ്റാത്ത ഒരു റിസ്ക് ലെവൽ ഉണ്ടായിരിക്കും. ആ ഒരു റിസ്ക് ലെവലിനെയാണ് നമ്മൾ ഗിവൺ ലെവൽ ഓഫ് റിസ്ക് ലെവൽ എന്ന് പറയുന്നത്. ആ ഒരു ലെവൽ ഓഫ് റിസ്ക് ലെവലിൽ നിന്നുകൊണ്ട് എത്രത്തോളം മാക്സിമം റിട്ടേൺ ഉണ്ടാക്കാം, അതായിരിക്കും എല്ലാ ഇൻവെസ്റ്ററുടെയും ഗോൾ. സെക്കൻഡ് വൺ, റിസ്ക് ക്യാൻ ബി റെഡ്യൂസ്ഡ് ബൈ ക്രിയേറ്റിംഗ് ഡൈവേഴ്സിഫൈഡ് പോർട്ട്ഫോളിയോ ഓഫ് അൺറിലേറ്റഡ് അസറ്റ്. നമുക്ക് റിസ്ക് എന്ത് ചെയ്യാം? റെഡ്യൂസ് ചെയ്യാൻ ത്രൂ ഡൈവേഴ്സിഫിക്കേഷൻ ഓഫ് എ പോർട്ട്ഫോളിയോ. അതായത് ഡൈവേഴ്സിഫിക്കേഷനിൽ കൂടി നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ റിസ്ക് റെഡ്യൂസ് ചെയ്യാൻ കഴിയും. Other name from this approach are passive investment approach. This is also known as passive investment approach എന്ന് നമ്മൾ പറയാറുണ്ട്. Because you build the right risk to return portfolio for a broad asset with a substantial value and then you behave passive and wait its growth. അതായത് പാസീവ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ അതേ രീതിയിൽ വെക്കുക, വലിയ ആക്റ്റീവ് ആയിരിക്കില്ല. അതാണ് പാസീവ് അപ്രോച്ച് എന്ന് പറയുന്നത്. അതായത് ഇവിടെ നമ്മളൊരു പോർട്ട്ഫോളിയോ ഉണ്ടാക്കി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അതിനെ ബ്രോഡ് അസറ്റ്സോട് വിത്ത് സബ്സ്റ്റാൻഷ്യൽ വാല്യൂ, ഒരു വാല്യൂ ഉള്ള ഒരു പോർട്ട്ഫോളിയോ നിങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ട് കഴിഞ്ഞാൽ, നിങ്ങളിപ്പോൾ ബോണ്ട്, ഷെയർ, ഫിക്സഡ് ഡെപ്പോസിറ്റ് എന്ന് പറയുന്ന ഒരു പോർട്ട്ഫോളിയോ ഉണ്ടാക്കി എന്ന് വിചാരിക്കും. ബോണ്ട് ദെൻ യു ക്യാൻ ബിഹേവ് പാസീവ് ആൻഡ് വെയിറ്റ് ടു ഗ്രോ. നമ്മൾ പിന്നെ അതിൻ്റെ അകത്ത് എന്ത് ചെയ്യില്ല, അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിക്കൊണ്ടിരിക്കില്ല. പിന്നെ എന്ത് ചെയ്യും? നമ്മൾ അതിൻ്റെ ഗ്രോത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ദിസ് ഈസ് നോൺ ആസ് പാസീവ് ഇൻവെസ്റ്റ്മെൻറ്റ് അപ്രോച്ച്. അതായത് നമ്മളൊരു പോർട്ട്ഫോളിയോ കൺസ്ട്രക്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യും? ആ പോർട്ട്ഫോളിയോയുടെ ഗ്രോത്തിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യും. അല്ലാണ്ട് ആ പോർട്ട്ഫോളിയോ ഒരു സർട്ടൺ എക്സ്റ്റെൻഡ് ഓഫ് ടൈം പീരീഡ് കഴിയാണ് നമ്മൾ എന്ത് ചെയ്യില്ല, ചേഞ്ച് ചെയ്യുന്ന ഉണ്ടായിരിക്കില്ല. സോ ഇറ്റ്സ് നോൺ ആസ് പാസീവ്. അപ്പോൾ രണ്ട് കോൺസെപ്റ്റിനെ ബേസ് ചെയ്തിട്ടാണ് ഗോൾ എന്ന് പറയുന്നത് മാക്സിമം റിട്ടേണും മിനിമം ലെവൽ ഓഫ് റിസ്ക്കും. ദെൻ റിസ്ക് ക്യാൻ ബി റെഡ്യൂസ്ഡ് ത്രൂ ഡൈവേഴ്സിഫിക്കേഷൻ. അതാണ് concept. Then Marquis model is the theoretical framework for analysis of a risk and return and their interrelationship. It's a theoretical framework for a analyzing of a risk and return analyze and the relationship analyze. He used the statistical analysis for measurement of risk and mathematical programming for selection of asset in a portfolio in a efficient manner. ഏറ്റവും എഫിഷ്യൻ്റ് മാനറായിട്ട് റിസ്ക് പോർട്ട്ഫോളിയോ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അയാൾ സ്റ്റാറ്റിസ്റ്റിക്കൽ മെഷേഴ്സ് ഉപയോഗിച്ചിട്ടുണ്ട്. സ്റ്റാറ്റിസ്റ്റിക്കൽ മെഷേഴ്സ് ഉപയോഗിച്ചിട്ടാണ് ഏറ്റവും എഫിഷ്യൻ്റ് മാനർ എന്ത് ചെയ്തിട്ടുള്ളത്, പോർട്ട്ഫോളിയോ സെലക്ട് ചെയ്തിട്ടുള്ളത്. Then his framework led to concept of efficient portfolio. അതായത് അയാളുടെ കോൺസെപ്റ്റ് ബേസ് ചെയ്തിട്ട് നമ്മൾ ഓപ്റ്റിമൽ പോർട്ട്ഫോളിയോ എന്നൊക്കെ ഉപയോഗിച്ചിരുന്നില്ല നേരത്തെ. അതിന് പകരം ഇവിടെ എഫിഷ്യൻറ്റ് പോർട്ട്ഫോളിയോ എന്നാണ് പറയുക. ആൻഡ് എഫിഷ്യൻറ്റ് പോർട്ട്ഫോളിയോ ഇസ് എക്സ്പെക്റ്റഡ് ടു yield the highest return for a given level of risk or lower risk for a given level of return. അതായത് എഫിഷ്യൻറ്റ് പോർട്ട്ഫോളിയോ എന്ന് പറയുന്നത് ഇറ്റ്സ് എ പോർട്ട്ഫോളിയോ ഒരു കോമ്പിനേഷൻ ആണ്. എക്സ്പെക്റ്റഡ് yield ഹയസ്റ്റ്, ഏറ്റവും കൂടുതൽ റിസ്ക് പ്രൊവൈഡ് ചെയ്യുന്ന ഗിവൺ ലെവൽ ഓഫ് റിസ്ക് നമ്മളിപ്പോൾ പറഞ്ഞാണ് ലോവസ്റ്റ് റിസ്കിൽ ഹയർ റിട്ടേൺ പ്രൊവൈഡ് ചെയ്യുന്ന പോർട്ട്ഫോളിയോ ആണ്. അതായത് നമ്മൾ ഇതിനു മുമ്പ് പറഞ്ഞിരുന്നു, നമ്മൾ മാനേജ്മെൻറ്റ് സയൻസിലൊക്കെ ഓപ്റ്റിമൽ എന്ന് പറഞ്ഞാൽ യൂസ് ചെയ്യുന്ന വേർഡിന് പകരമാണ് ഇവിടെ എഫിഷ്യൻറ്റ് എന്ന് പറയുന്ന വേർഡ് യൂസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ക്ലിയർ ആയില്ലേ? മാക്സിമം റിട്ടേൺ വിത്ത് എ മിനിമം ലെവൽ ഓഫ് റിസ്ക്. Marquis generated. The next point, Marquis generated a number of portfolio within a given amount of money or wealth and given preference of investors for risk and return. Individuals vary widely in their risk tolerance and asset performance. This means expenditure and investment requirement vary from individual to individual. Given the preference, the portfolio selection is not a simple choice of any one security or security, but it's a right combination of a securities. Marquis a number of portfolio within a given amount of money or a wealth to given preference to investors for risk and return. അപ്പോൾ ഓരോ ഇൻഡിവിജ്വലിൻ്റെയും റിസ്ക്കും റിട്ടേണിൻ്റെയും എക്സ്പെക്റ്റേഷൻ ഡിഫറെൻ്റ് ആയിരിക്കും. ആ ഒരു ലെവലിൽ നിന്നുകൊണ്ടിരിക്കും നമുക്ക് എന്ത് ചെയ്യാൻ നമ്പർ ഓഫ് പോർട്ട്ഫോളിയോ ക്രിയേറ്റ് ചെയ്യാൻ കഴിയും.
എക്സ്പെൻഡിച്ചർ ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ്, അതായത് ഓരോരുത്തരുടെ എക്സ്പെൻഡിച്ചറും ഓരോരുത്തരുടെ ഇൻവെസ്റ്റ്മെൻറ്റും എന്തായിരിക്കും, വേരി ഫ്രം ഇൻഡിവിജ്വൽ ടു ഇൻഡിവിജ്വൽ. ഗിവ് ദി പ്രിഫറൻസ്. പോർട്ട്ഫോളിയോ സെലക്ഷൻ ഇസ് നോട്ട് എ സിമ്പിൾ ചോയ്സ്. ഇപ്പോൾ പോർട്ട്ഫോളിയോ സെലക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു സിമ്പിൾ ചോയ്സ് അല്ല, ബട്ട് ഇറ്റ്സ് എ റൈറ്റ് കോമ്പിനേഷൻ ഓഫ് ഇറ്റ്സ് എ സെക്യൂരിറ്റി ഓർ സെക്യൂരിറ്റീസ് റൈറ്റ് കോമ്പിനേഷൻ ആണ്. അപ്പോൾ പോർട്ട്ഫോളിയോ സെലക്ഷൻ എന്ന് പറയുന്നത് പോർട്ട്ഫോളിയോ സെലക്ഷൻ നോട്ട് എ സിമ്പിൾ ചോയ്സ്, ഒരു സിമ്പിൾ ചോയ്സ് അല്ല, but it's a right combination of securities. It's a right combination of a securities ആകും. ഓക്കെ, ഇത്രയാണ് ഇവിടെ പറയുന്നത്. ഇതൊക്കെ ഇത് ചിലപ്പോൾ നിങ്ങൾക്കൊരു സിംഗിൾ എസ്സേ ആയിട്ട് ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. സോ ഞാനിത് വായിക്കുന്നത്. ദെൻ നിങ്ങൾക്ക് മാർക്കോയ്സ് മോഡൽസിൻ്റെ അസംഷനുകളാണ്. നിങ്ങളുടെ ടെക്സ്റ്റിൽ കുറച്ച് അസംഷൻ ഉണ്ട്, ആണെങ്കിൽ അത് തന്നെ എഴുതാം. ഞാനിത് അഡീഷണൽ ആഡ് ചെയ്തിട്ടുള്ളതാണ്. മാർക്കോയ്സ് മേഡ് ദി ഫോളോയിങ് അസംഷൻ. സെയിം തിങ് തന്നെയാണ് നിങ്ങളുടെ ടെക്സ്റ്റിലും. റിസ്ക് ഓഫ് എ പോർട്ട്ഫോളിയോ ഈസ് ബേസ്ഡ് ഓൺ ദി വേരിയബിലിറ്റി ഓഫ് റിട്ടേൺ ഫ്രം ദി സെറ്റ് പോർട്ട്ഫോളിയോ. റിസ്ക് ഓഫ് പോർട്ട്ഫോളിയോ ബേസ് ചെയ്യുന്നത് വേരിയബിലിറ്റി ഓഫ് റിട്ടേൺ ആയിരിക്കും അല്ലേ. റിസ്ക് എന്തിനെ ബേസ് ചെയ്തിട്ടാണ്, റിട്ടേൺ അനുസരിച്ച് തന്നെയായിരിക്കും. റിസ്ക് മാറുന്നതനുസരിച്ച് റിട്ടേൺ എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും, ചേഞ്ച്. ആൻഡ് ഇൻവെസ്റ്റ് റിസ്ക് അവേഴ്സ്. എപ്പോഴും ഒരു ഇൻവെസ്റ്റർ എന്ന് പറയുന്നത് റിസ്ക് അവേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ, റെഡ്യൂസ് ചെയ്യാൻ താല്പര്യമുള്ള ആളായിരിക്കും. ആൻഡ് ഇൻവെസ്റ്റർ പ്രിഫർ ടു ഇൻക്രീസ് കൺസംഷൻ. എപ്പോഴും ഇൻവെസ്റ്റർ പ്രിഫർ ടു ഇൻക്രീസ് കൺസംഷൻ, കൂട്ടാൻ താല്പര്യപ്പെടുന്ന ആൾക്കാരായിരിക്കും. എന്ത്, അതായത് നമ്മൾ മാക്സിമം ഉപയോഗിച്ചിട്ട് മജോറിറ്റിയും അതിന് ശേഷം ബാലൻസ് ആയിരിക്കും ഇൻവെസ്റ്റ്മെൻറ്റിലോട്ട് പോകുന്നത്. മാർക്കറ്റ് ഡസ് നോട്ട് ഇൻക്ലൂഡ് ട്രാൻസാക്ഷൻ കോസ്റ്റ് ആൻഡ് ടാക്സ്. അപ്പോൾ പിന്നെ ഈ മാർക്കറ്റിലെ കോസ്റ്റോ റിസ്കിലോ ഒരിക്കലും എന്ത് പറയുന്നുണ്ടായിരിക്കില്ല. അതായത് നമ്മൾ മാർക്കറ്റിൽ ഈ റിസ്ക് എടുക്കുമ്പോൾ അവിടെ ഒരിക്കലും ട്രാൻസാക്ഷൻ കോസ്റ്റും ടാക്സും ഇൻക്ലൂഡഡ് അല്ല. അത് നമ്മൾ പിന്നെ അഡീഷണൽ ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യേണ്ട കാര്യമാണ്. ഓക്കെ, ഇൻവെസ്റ്റർ ടൈംലി റിസീവ് ഓൾ ദി ഇൻഫർമേഷൻ അബൌട്ട് ദി ഇൻവെസ്റ്റ്മെൻറ്റ്. ഇൻവെസ്റ്റർ എപ്പോഴും എല്ലാ ടൈമിലും ടൈം ടു ടൈം എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും, അയാൾക്ക് വേണ്ടുന്ന, അതായത് ഒരു മാർക്കറ്റിൽ ഫിനാൻഷ്യൽ മാർക്കറ്റിൽ ഒരു പ്ലേ ചെയ്യുന്ന ഒരാളാണെങ്കിൽ എന്ത് ചെയ്യും, അയാൾ മാക്സിമം ഇൻഫർമേഷൻ കളക്ട് ചെയ്യുന്നുണ്ടായിരിക്കും. ആൻഡ് ഇൻവെസ്റ്റർ ഐദർ മാക്സിമൈസ് ദെയർ പോർട്ട്ഫോളിയോ റിട്ടേൺ ഫോർ എ ഗിവൺ ലെവൽ ഓഫ് റിസ്ക് ഓർ മിനിമൈസ് ദെയർ റിസ്ക് ആൻഡ് ഫോർ എ ഗിവൺ റിട്ടേൺ. നമുക്ക് രണ്ട് ലക്ഷ്യമായിരിക്കും ഉള്ളത്. ഒന്നെങ്കിൽ നമുക്ക് മാക്സിമം റിട്ടേൺ ഫോർ എ ഗിവൺ ലെവൽ ഓഫ് റിസ്ക് ആയിരിക്കും, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ റിട്ടേൺ കിട്ടുക തന്നിരിക്കുന്ന ഒരു റിസ്ക് ലെവലിൽ നിന്നുകൊണ്ട് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ റിസ്ക് മിനിമൈസ് ചെയ്യുക ഗിവൺ റിട്ടേൺ ലെവൽ. രണ്ടും ആക്ച്വലി എൻഡ് എന്ന് പറയുന്നത് സെയിം ആണ്. ആൻഡ് ഇൻവെസ്റ്റർ ഈസ് എ റാഷണൽ ഇൻ നേച്ചർ. റാഷണൽ എന്ന് പറഞ്ഞാൽ എന്താണ്, എക്കണോമിക് തിങ്കിങ് ചെയ്യുന്നത്. അതായത് ഒരു ഇൻവെസ്റ്റർ എന്ന് പറയുന്നത് ഒരു റാഷണൽ പേഴ്സൺ ആയിരിക്കും. റാഷണലായിട്ട് തിങ്ക് ചെയ്യുന്ന, അതായത് ഇവാളുവേറ്റ് ചെയ്യുന്ന ഒരാളായിരിക്കും. ദീസ് ആർ ദി അസംഷൻസ്. അപ്പോൾ ഫസ്റ്റ് എന്ന് പറയുന്നത് പോർട്ട്ഫോളിയോൻ്റെ റിസ്ക്കും റിട്ടേണും എന്തായിരിക്കും, റിസ്ക് ഓഫ് പോർട്ട്ഫോളിയോസ് ഡിപ്പെൻഡ് അപ്പോൺ വേരിയബിലിറ്റി ഓഫ് റിട്ടേൺ അനുസരിച്ചായിരിക്കും. ഇൻവെസ്റ്റർ എന്ന് പറഞ്ഞാൽ റിസ്ക് അവേഴ്സും ആയിരിക്കും, റാഷണൽ ഇൻ നേച്ചറും ആയിരിക്കും. ദെൻ പ്രിഫർ ടു ഇൻക്രീസ് കൺസംഷൻ കൂട്ടാൻ എപ്പോഴും താല്പര്യപ്പെടുന്ന ആൾക്കാരായിരിക്കും ഇൻവെസ്റ്റേഴ്സ്. അപ്പോൾ അതായത് ആ ഒരു ലെവലിൽ നിന്നിട്ട് ബാക്കി ബാലൻസ് ആയിരിക്കും എന്ത് ചെയ്യുക, നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ്. മാർക്കറ്റ് ഡസ് നോട്ട് ഇൻക്ലൂഡ് ട്രാൻസാക്ഷൻ കോസ്റ്റ് ആൻഡ് ടാക്സ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ പറയുന്ന ഒരു പ്രോഡക്റ്റ്, ഒരു പോർട്ട്ഫോളിയോൻ്റെ റിസ്ക് നമ്മൾ പറയുകയാണ്, അല്ലെങ്കിൽ ഒരു സെക്യൂരിറ്റിൻ്റെ റിസ്ക് പറയുകയാണെങ്കിൽ ആ റിസ്കിൻ്റെ അകത്ത് ഒരിക്കലും ട്രാൻസാക്ഷൻ കോസ്റ്റും ടാക്സിൻ്റെയും കാര്യം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ടായിരിക്കില്ല. അത് നമ്മൾ പിന്നെ അതിൻ്റെ കൂടെ ആഡ് ചെയ്ത്, അല്ലെങ്കിൽ നമ്മളൊരു മൈൻഡിൽ കാണേണ്ട കാര്യം തന്നെയാണ്. ഇൻവെസ്റ്റർ ടൈമിൽ റിസീവ് ഓൾ ദി ഇൻഫർമേഷൻ അബൌട്ട് ദി മാർക്കറ്റ്. ദെൻ ദി ഗോൾ, അല്ലെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് ആറാമത്തെ പോയിന്റ്, ഗോൾ ഓഫ് ദി ഇൻവെസ്റ്റർ ഈസ് ടു മാക്സിമൈസ് ദർ പോർട്ട്ഫോളിയോ റിട്ടേൺ ആൻഡ് ഗിവൺ ലെവൽ ഓഫ് റിസ്ക്, അല്ലെങ്കിൽ മിനിമൈസ് ദി റിസ്ക് വിത്ത് ഗിവൺ ലെവൽ ഓഫ് റിസ്ക് റിട്ടേൺ. രണ്ടിൻ്റെയും ആഫ്റ്റർ എന്ന് പറഞ്ഞാൽ സെയിം തന്നെയാണ്. ആൻഡ് ഇൻവെസ്റ്റർ ഈസ് എ റാഷണൽ ഇൻ നേച്ചർ ആയിരിക്കും. Okay, these are the assumptions of this thing. Then benefit of modern portfolio theory. MPT is a useful tool for investors to trying to build diversified portfolio. ഒരു diversified portfolio ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു തിയറിയാണെന്ന് പറയുന്നത്, യൂസ്ഫുൾ ടൂൾ തന്നെയാണ് നമ്മുടെ MTT എന്ന് പറയുന്നത്. ഇൻഫാക്ട് ദി ഗ്രോത്ത് എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ട് ETF മെയ്ഡ് MPT മോർ റെലവൻറ്റ് ബൈ ഗിവിംഗ് ഇൻവെസ്റ്റർ ഈസിയർ ആക്സസ് ടു ഡിഫറെൻറ്റ് അസറ്റ് ക്ലാസ്സസ്. ഇൻഫാക്ട് ഗ്രോത്ത് ഓഫ് എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ട്സ് മെയ്ഡ് MPT മോർ റെലവൻറ്റ്. അതായത് എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ട് നിങ്ങൾക്ക് അറിയുന്നുണ്ടായിരിക്കും. ഇറ്റ്സ് ഓൾസോ ലൈക്ക് മ്യൂച്വൽ ഫണ്ട്. നിങ്ങൾ IFSലൊക്കെ ഓൾറെഡി പഠിച്ചിട്ടുണ്ടായിരിക്കും. ഇറ്റ്സ് ലൈക്ക് ഇറ്റ്സ് എ
its behavior or its characteristics is like a stock and some extent a mutual fund. Actually, it's that's a marriage of mutual fund and stock. That's a ETF. Exchange traded fund എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം മ്യൂച്വൽ ഫണ്ട് എന്താണെന്ന്, അതുപോലെ സ്റ്റോക്ക് എന്താണെന്ന് അറിയാം. അത് രണ്ടിൻ്റെയും കൂടെ മാരേജ് നടന്ന എന്തുണ്ടായിരിക്കും, രണ്ടിൻ്റെയും കൂടെ ബിഹേവിയർ ഷോ ചെയ്യുന്നുണ്ട്. ദാറ്റ്സ് എ ETF. ഞാൻ അതിനെക്കുറിച്ച് പറയേണ്ട ആവശ്യമില്ല, നിങ്ങൾക്കറിയാം. അതാണ് ETF എന്ന് പറയുന്നത്. സെയിം തിങ്സ് ടു മ്യൂച്വൽ ഫണ്ട് പോലെ തന്നെ ഒന്നാണ്. ബട്ട് ദേ പ്രൊവൈഡ് മോർ അഡ്വാൻറ്റേജ് ടു ദി ഇൻവെസ്റ്റേഴ്സ് ആസ് കമ്പയർഡ് ടു മ്യൂച്വൽ ഫണ്ട് ആൻഡ് സ്റ്റോക്ക്. It's provide a combination characteristic, a combined characteristics of both stock and mutual fund. That's a ETF. അപ്പം ETF വന്നതോടുകൂടി നമുക്ക് എന്താണെന്ന് വെച്ചാൽ MPT തിയറിക്ക് കുറച്ചുകൂടെ ഇമ്പോർട്ടൻസ് ഉണ്ട്. ETF market. Stock investors can use MPT to reduce risk by putting a small portion of their portfolio in government bond and ETF. അതായത് ETF-ലും ഗവൺമെൻറ് ബോണ്ടിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാൻ തുടങ്ങി സ്റ്റോക്ക് ഇൻവെസ്റ്റേഴ്സ്. സോ ഇറ്റ്സ് റെഡ്യൂസ് ദി റിസ്ക്. അതായത് എന്ന് പറഞ്ഞാൽ സ്റ്റോക്ക് ഇൻവെസ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ സ്റ്റോക്കിൽ പ്ലേ ചെയ്യുന്നവരാണ്. അപ്പോൾ MPT യൂസ് ചെയ്ത് MPT യൂസ് ചെയ്യാൻ ചെയ്യുന്നത് അതായത് ഒരു പോർട്ട്ഫോളിയോ ക്രിയേറ്റ് ചെയ്യാൻ തുടങ്ങി എന്നാണ് പറയുന്നത്. അതായത് സ്റ്റോക്കിൽ മാത്രം ഇൻവെസ്റ്റ് ചെയ്യുന്നവർ ബോണ്ടിൽ ETF-ലും ഇൻവെസ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞാൽ ദാറ്റ്സ് എ പോർട്ട്ഫോളിയോ ആയി അല്ലേ, അവരുടെ നിന്ന് പോർട്ട്ഫോളിയോ. ദാറ്റ്സ് ആ പറയുന്നത്. ദി വേരിയൻസ് ഓഫ് പോർട്ട്ഫോളിയോ വിൽ significantly lower because government bond have a negative correlation with the stock. അപ്പം അതിൽ നിന്ന് എന്താണെന്ന് ചോദിച്ചാൽ ഗവൺമെൻറ് ബോണ്ടും അതുപോലെ ഗവൺമെൻറ് ബോണ്ടിൻ്റെയും സ്റ്റോക്കിൻ്റെയും കോറിലേഷൻ എന്ന് പറഞ്ഞാൽ നെഗറ്റീവാണ് അല്ലേ, പോസിറ്റീവ് കോറിലേഷൻ അല്ല. സോ ഇറ്റ്സ് റെഡ്യൂസ് ദി റിസ്ക്. അപ്പം ഈ ഇത്തരത്തിലാണ് നമ്മുടെ MPT തിയറീൻ്റെ ബെനിഫിറ്റ്, അല്ലെങ്കിൽ എങ്ങനെയാണ് മാർക്കറ്റിൽ ഇതിന് ഇമ്പോർട്ടൻസ് ഉണ്ടോ എന്നുള്ള ഒരു കാര്യം കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പാരഗ്രാഫ് ഞാൻ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നൗഡേയ്സ് ഇറ്റ്സ് മോർ ഇമ്പോർട്ടൻറ്റ്. നൗഡേയ്സ് ബിഗ് ഇൻവെസ്റ്റേഴ്സ് ഒക്കെ പോർട്ട്ഫോളിയോ ആണ് ഉപയോഗിക്കാറ്. MPT തിയറീസ് ഹെൽപ്പ് ചെയ്യുന്നത്. ഇനി മാക്സിമം റിട്ടേണും മിനിമൈസ് റിസ്ക്കുമാണ് നമ്മുടെ ഗോൾ എന്ന് പറയുന്നത്. ലെറ്റ് us briefly define risk and return. Return is the considered to be price appropriation of any asset and the stock price. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. സോ ഞാൻ ജസ്റ്റ് ഒന്ന് റീഡ് ചെയ്യുന്നുള്ളൂ. നമ്മുടെ പ്രൈസ് തന്നെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്. റിട്ടേൺ ഈസ് കൺസിഡേർഡ് ടു ബി പ്രൈസ് അപ്രീസിയേഷൻ ഓഫ് എ അസറ്റ്. അസറ്റിൻ്റെ പ്രൈസ് അപ്രീസിയേഷൻ കൂടുതൽ അല്ലേ, അസറ്റ് നമ്മൾ എത്രയാണോ ഇൻവെസ്റ്റ് ചെയ്യുന്നത് അതിലേറെ അതിൻ്റെ വില കൂടുമ്പോഴാണ് നമുക്ക് റിട്ടേൺ വരുന്നത്. ദാറ്റ്സ് in general, standard deviation is a fair measure of a risk, and also any capital flow such as dividend. അതുപോലെ നമുക്ക് എന്തെങ്കിലും ക്യാപിറ്റൽ ഫ്ലോയോ ഡിവിഡൻഡോ അതൊക്കെ എന്താണ് നമ്മുടെ റിട്ടേൺ ആണ്. ദെൻ എന്തെങ്കിലും ക്യാപിറ്റലിൻ്റെ വാല്യൂ കൂടിയ ഫ്ലോ ഉണ്ടാവുകയോ അതുപോലെ ഡിവിഡൻഡ് ഉണ്ടായാൽ അതൊക്കെ എന്താണ് നമ്മുടെ റിട്ടേൺ ആണ്. ജനറൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഇസ് എ മെഷർ ടു റിസ്ക് വാണ്ട് ടു സ്റ്റഡി ഇൻക്രീസ് നോട്ട് ബിഗ് സ്വിംഗ് which might possibly end up to loss. അപ്പോൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണ് നമ്മൾ റിസ്ക് മെഷർ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത്. റിസ്ക് ഈസ് ഇവാലുവേറ്റഡ് ആസ് റേഞ്ച് ബൈ വിച്ച് ദി അസറ്റ് പ്രൈസ് വിൽ നോ ആവറേജ് വേരി നോൺ ആസ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. നമ്മൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഉപയോഗിച്ചിട്ടാണ് റിസ്ക് ഇവാലുവേറ്റ് ചെയ്യുന്നത്. ഇഫ് ആൻ അസറ്റ് പ്രൈസ് ഹാസ് 10% ഡീവിയേഷൻ ഫ്രം ദി മീൻ ആൻഡ് ആവറേജ് എക്സ്പെക്റ്റഡ് റിട്ടേൺ ഓഫ് 8%, you want to observe a return between -2% to 18%. നമുക്കിവിടെ നോക്കാം. നമ്മൾ റിസ്ക് ഇവാലുവേറ്റ് ചെയ്യുന്നതാണ്. ഇഫ് ആൻ അസറ്റ് പ്രൈസ് ഈസ് 10% ഡീവിയേഷൻ, അപ്പം മീൻ ഡീവിയേഷനിൽ നിന്ന് എത്ര ഡീവിയേഷൻ ഉണ്ടെന്ന് നോക്കുക. മീനിൽ നിന്ന് എത്ര ഡീവിയേഷൻ ഉണ്ടെന്ന് നോക്കുക. അസറ്റ്സിന് 10% ആണ്. ആൻഡ് ആവറേജ് എക്സ്പെക്റ്റഡ് റിട്ടേൺ എന്ന് പറയുന്നത് 8%. യു മേ ഒബ്സർവ്, നമ്മളെങ്ങനെ ഒബ്സർവ് ചെയ്യും, ഇത് തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണ് 2. സോ -2% 2 രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ എത്രയാണ് 18%. അപ്പോൾ നമ്മൾ ഇതിൻ്റെ രണ്ടിൻ്റെയും ഇടയിലുള്ള ഇത് എന്ത് ചെയ്യുന്നു, റിസ്ക് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്നുണ്ട്. റിസ്ക് ഈസ് ഇവാലുവേറ്റ് ചെയ്യുന്നത് റേഞ്ച് ബിറ്റ്വീൻ അസറ്റ് പ്രൈസ് വിൽ ഓൺ ആവറേജ് വേരി, ആവറേജിൽ നിന്ന് എത്രത്തോളം വേരി ചെയ്യുന്നുണ്ട് അതനുസരിച്ചായിരിക്കും നമ്മൾ ആവറേജ് വേരി നോൺ ആസ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, എത്രത്തോളം ചേഞ്ച് ചെയ്യുന്നുണ്ട് ആ ഒരു ഗ്യാപ്പിനുള്ളിലുള്ള എല്ലാ റിസ്ക് റിട്ടേണും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും, ഒബ്സർവ് ചെയ്യുന്നുണ്ടായിരിക്കും.
In a practical application of Markowitz portfolio theorem, let us assume there are two portfolio of assets, both with an average return of a 10%. Portfolio A has a risk A or standard deviation of 8%, and portfolio B has a risk of 12%. As both portfolio have the same expected return, any investor will choose to invest in portfolio A, which has the same expected return as portfolio B, but with a less risk. In a practical application of Markowitz theory, let us assume there are two portfolio ഉണ്ടെന്ന് വിചാരിക്കുക. പ്രാക്ടിക്കലി നമ്മൾ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്? As in both average return രണ്ടിൻ്റെയും 10%, portfolio as a risk or standard deviation എന്ന് പറയുന്നത് 8%, B എന്ന് പറയുന്നത് 12% ആണ്. As both portfolio have a same return and expected return, and any investor choose to invest portfolio A as the same expected as portfolio but with a less risk. Risk എവിടെയാണ് കുറവ്? ഫസ്റ്റ് എക്ക് 8% ഉള്ളൂ, ബിക്ക് 12% ഉണ്ട്. അപ്പോൾ നമ്മൾ ഏതാണ് റിസ്ക് നമ്മൾ പ്രാക്ടിക്കലി എടുക്കുക? നമ്മൾ എ ആയിരിക്കും സെലക്ട് ചെയ്യുക. സോ റിസ്ക് കുറവാണ്, റിട്ടേൺ സെയിം ആണ് രണ്ടിൻ്റെയും, പക്ഷേ റിസ്ക് ഏതാണ് കുറവ് അതായിരിക്കും നമ്മൾ സെലക്ട് ചെയ്യുന്നത്. ദാറ്റ്സ് മാക്സിമം റിട്ടേണും മിനിമം റിസ്ക്കും ആയിരിക്കും. ഈ ഒരു എക്സാമ്പിൾ നോക്കിയാൽ മതി. നമ്മൾ മാക്സിമം റിട്ടേൺ എത്രയാണ്? 10%. മാക്സിമം റിട്ടേൺ 10%. മാക്സിമം ബോത്തിൻ്റെ രണ്ടിൻ്റെ റിട്ടേൺ എത്രയാണ്? 10%. അപ്പോൾ മാക്സിമം റിട്ടേൺ എന്ന് പറയുന്നത് 10. ഇനി മിനിമം റിസ്ക് ആയിരിക്കും നമ്മൾ എടുക്കുക. ഒന്നിൻ്റെ 8%, ഒന്നിൻ്റെ 12%. നമ്മളപ്പോൾ 8% എയിനെ ആയിരിക്കും സെലക്ട് ചെയ്യുക. ദാറ്റ് മീൻസ് മിനിമൈസ് റിസ്ക്. ഓക്കെ, ദാറ്റ്സ് ദി ഡിസ്കസ് ചെയ്ത്. അപ്പോൾ റിട്ടേൺ എന്താണ്, റിസ്ക് എന്താണ്, ദെൻ അതിൻ്റെ ഒരു എക്സാമ്പിളാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. Next, efficient formula. While the benefit of diversification are clear, investors must determine the level of diversification that best suit them. This can be determined through what is called the efficient formula, a graphical representation of a all possible combination of risky securities for an optimal level of return given a particular level of risk. ഒരു പർട്ടിക്കുലർ ലെവൽ ഓഫ് റിസ്കിലുള്ള എല്ലാ അതായത് ഒരു കോമ്പിനേഷൻ ഓഫ് പോർട്ട്ഫോളിയോയിലെ ഒരു ഗ്രാഫിലോട്ട് റെപ്രസെൻറ്റ് ചെയ്ത് വെച്ചിട്ട് കിട്ടുന്നതാണ് എഫിഷ്യൻറ്റ് ഫോർമുല എന്ന് പറയുന്നത്. എവറി ലെവൽ ഓഫ് റിസ്ക് ഇൻവെസ്റ്റർ ക്യാൻ ക്രിയേറ്റ് at every level of return, then you can create a portfolio that offer the lowest possible risk. അതായത് നമ്മൾ ഉദ്ദേശിക്കുന്ന ഗോൾ അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന റിട്ടേണിൽ നിന്നുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? എല്ലാ പോർട്ട്ഫോളിയോ കോമ്പിനേഷനും ക്രിയേറ്റ് ചെയ്യുന്നുണ്ടായിരിക്കും ലോവസ്റ്റ് പോസിബിൾ റിസ്ക് വെച്ചുകൊണ്ട്. ഫോർ എവറി ലെവൽ ഓഫ് റിസ്ക് ഇൻവെസ്റ്റർ ക്യാൻ ക്രിയേറ്റ് എ പോർട്ട്ഫോളിയോ ദാറ്റ് ഓഫർ ദി ഹൈയസ്റ്റ് റിട്ടേൺ. നമ്മൾ എല്ലാ ലെവൽ ഓഫ് റിസ്കിലും നിന്നുകൊണ്ട് എന്ത് ചെയ്യും? ക്രിയേറ്റ് എ പോർട്ട്ഫോളിയോ ദാറ്റ് ഹയസ്റ്റ് റിട്ടേൺ. അതായത് ഇങ്ങനെ നമ്മൾ ഈ ഉണ്ടാക്കുന്ന പോർട്ട്ഫോളിയോൻ്റെ നമ്മളൊരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റ് ചെയ്യുന്നതിനെയാണ് എഫിഷ്യൻറ്റ് ഫോർമുല എന്ന് പറയുന്നത്. അപ്പോൾ ദിസ് ക്യാൻ ബി ഡിറ്റർമൈൻ ത്രൂ വാട്ട് ഈസ് കോൾഡ്, അതായത് നമ്മൾ ഏറ്റവും ബെസ്റ്റ് പോർട്ട്ഫോളിയോ, നമ്മൾ എഫിഷ്യൻറ്റ് പോർട്ട്ഫോളിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ എഫിഷ്യൻറ്റ് പോർട്ട്ഫോളിയോ ഡിറ്റർമൈൻ ചെയ്യുന്നത് എന്ത് കൂടിയാണ്? എഫിഷ്യൻറ്റ് ഫോർമുല കൂടിയാണ് ഡിറ്റർമൈൻ. ഓക്കെ, നമുക്കതൊരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ എങ്ങനെയാണെന്ന് നോക്കാം. ഇത് ഞാൻ ഗ്രാഫ് ഇതിൻ്റെ നെക്സ്റ്റ് സ്ലൈഡിലുണ്ട്. ഗ്രാഫിൻ്റെ എക്സ്പ്ലനേഷനാണ് ഇവിടെ ഞാൻ പറയുന്നത്. അതിനുശേഷം ഗ്രാഫ് കാണിച്ചു തരാം. Markowitz efficient formula. The concept of efficient formula also introduced Markowitz and easier to understand than it sounds. It is a graphical representation of all possible mixture of risky assets for optimal level of return given any level of risk. It is a graphical representation of mixture of risky asset in the optimal level of risk നിന്നുകൊണ്ട് any level of risk is measured by a standard deviation. അതായത് റിസ്കിൻ്റെ റിട്ടേണുകൾ ഉള്ളത് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ആണ് എഫിഷ്യൻറ്റ് ഫോർമുല. അതായത് നിങ്ങൾക്ക് ഏറ്റവും എഫിഷ്യൻ്റ് ആയിട്ട് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിനെ എല്ലാ കോമ്പിനേഷനെയും നമ്മുടെ പോർട്ട്ഫോളിയോൻ്റെ എല്ലാ കോമ്പിനേഷനും കൂടെ ഇറ്റ് ഈസ് എ ഗ്രാഫിക്കൽ മിക്സ്ചർ ഓഫ് റിസ്കി അസറ്റിൻ്റെ ഫോർ ഒപ്റ്റിമൽ ലെവൽ ഓഫ് റിസ്ക് റിട്ടേൺ ഗിവൺ ബൈ ലെവൽ ഓഫ് റിസ്ക്. ഏറ്റവും ഒപ്റ്റിമൽ ലെവൽ ഓഫ് റിട്ടേണിൽ കിട്ടത്തക്ക രീതിയിൽ നൽകപ്പെട്ടിട്ടുള്ള റിസ്കിൽ നിന്നുകൊണ്ട് നമ്മൾ വരയ്ക്കുന്ന ആ ഒരു ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഗ്രാഫിക്കൽ ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നത്.
The chart above show a hyperbola showing all the outcome for various portfolio combination of risky asset where the standard deviation is plotted on the x-axis. അതായത് നമ്മൾ വരച്ച് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ഹൈപ്പർബോള ആയിരിക്കും ഷോയിങ് ഓൾ ദി ഔട്ട്കം ഫോർ വേരിയസ് പോർട്ട്ഫോളിയോ. എല്ലാ പോർട്ട്ഫോളിയോയിൻ്റെയും നമ്മുടെ പല കോമ്പിനേഷൻ ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ ആ എല്ലാ കോമ്പിനേഷനെയും നമ്മളൊരു ഗ്രാഫിലോട്ട് വരച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് വരച്ച് കഴിയുമ്പോൾ നമുക്കൊരു ഹൈപ്പർബോള ആയിരിക്കും കിട്ടുക, അല്ലെ? ഇങ്ങനെയായിരിക്കും ഹൈപ്പർബോള വരുന്നത്. അപ്പോൾ ആ രീതിയിലുള്ളൊരു ഹൈപ്പർബോള ആയിരിക്കും നമുക്ക് കിട്ടുക. വേർ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഈസ് പ്ലോട്ടഡ് എക്സ് ആക്സിസ്. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ മീൻസ് റിസ്ക് ആണ് നമ്മൾ എക്സ് ആക്സിസിൽ, റിട്ടേൺ പ്ലോട്ടഡ് ഓൺ വൈ ആക്സിസിൽ കൊടുക്കും. ദി സ്ട്രേറ്റ് ലൈൻ ക്യാപിറ്റൽ അലോക്കേഷൻ ലൈൻ. ഈ ഗ്രാഫിൽ ഒരു സ്ട്രേറ്റ് ലൈൻ ഉണ്ട്, അതാണ് ക്യാപിറ്റൽ അലോക്കേഷൻ ലൈൻ എന്ന് പറയുന്നത്. റെപ്രസെന്റ് എ പോർട്ട്ഫോളിയോ ഓഫ് ഓൾ റിസ്കി അസറ്റ് ആൻഡ് റിസ്ക് ഫ്രീ അസറ്റ്. എല്ലാ റിസ്ക് അസറ്റിനെയും റിസ്ക് ഫ്രീ അസറ്റിനെ റെപ്രസെന്റ് യൂഷ്വലി AAA റേറ്റഡ് ഗവൺമെന്റ് ബോണ്ട്. അതായത് എല്ലാ റിസ്ക് അസറ്റിനെയും റിസ്കി ഫ്രീ അസറ്റിനെയും കൂടെ റെപ്രസെന്റ് ചെയ്തുകൊണ്ട് നമ്മളൊരു സ്ട്രേറ്റ് ലൈൻ കാണിക്കുന്നുണ്ടായിരിക്കും. അതാണ് ക്യാപിറ്റൽ അലോക്കേഷൻ ലൈൻ എന്ന് പറയുന്നത്. Tangency portfolio is the point where the portfolio of only risky asset meet the combination of a risky and risk-free asset. Risk-free asset and risky asset കൂടെ interjunction ചെയ്യുന്ന tangency point where the portfolio of only risky asset meet ചെയ്യുന്നു the combination of a risky and risk-free asset. This portfolio maximize return for the given line of risk. അതായത് നമ്മളിത് രണ്ടും കൂടെ ഇന്റർജങ്ഷൻ ചെയ്യുന്ന സ്ഥലത്താണ്, അവിടെയാണ് മാക്സിമം റിട്ടേൺ പ്രൊവൈഡ് ചെയ്യുന്നത്. പോർട്ട്ഫോളിയോ അലോൺ വിത്ത് ലോവർ പാർട്ട് ഓഫ് ദി ഹൈപ്പർബോള ഹാവ് എ ലോവർ റിട്ടേണും ഇവഞ്ച്വലി ഹയർ റിസ്കും ആയിരിക്കും. ലോവർ പാർട്ട് then portfolio to be right will shows the ഹയസ്റ്റ് റിട്ടേൺ ആൻഡ് റിസ്ക് ആയിരിക്കും കാണിക്കുന്നത്. നമുക്കിനി നമ്മുടെ ഈ ഗ്രാഫ് ഒന്ന് നോക്കാം. നമ്മളിപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്തത് ഇത് മാറ്റുമ്പോൾ സ്ലൈഡിൽ നിന്ന് കിട്ടില്ല, അതുകൊണ്ടാണ് സോ അങ്ങനെ കാണിച്ചത്. സോ ഞാനിപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ പറയുകയാണ്. എഫിഷ്യൻറ്റ് ഫോൺലൈനർ എന്ന് പറയുന്നത് ഈ ഒരു ഹൈപ്പർബോളേനെയാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, ഈ ഒരു ഹൈപ്പർബോളയാണ്. അതായത് നിങ്ങളുടെ എല്ലാ കോമ്പിനേഷനും ഇത് കണ്ടോ, ഓരോ ഇൻഡിവിജ്വൽ അസറ്റിൻ്റെയും നമ്മളിങ്ങനെ വരച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിങ്ങനെ നമുക്ക് കിട്ടുന്ന എഫിഷ്യൻറ്റ് ഫോണ്ട് ലൈൻ എന്ന് പറയുന്നത് ഇത്. അതായത് നിങ്ങൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എക്സ് ആക്സിസിലും എക്സ്പെക്റ്റഡ് റിട്ടേൺ വൈ ആക്സിസിലും. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ മീൻസ് റിസ്ക് വരയ്ക്കും. ഇനി റിസ്ക് ഫ്രീ റേറ്റ് ആണ് ഇവിടെ നമ്മൾ കൊടുത്തിട്ടുള്ളത്. ബെസ്റ്റ് പോസിബിൾ ക്യാപിറ്റൽ അലോക്കേഷൻ ലൈനാണ് ക്യാപിറ്റൽ അലോക്കേഷൻ ലൈൻ. അതായത് ഈ ഒരു ലൈൻ എന്ന് പറയുന്നതാണ് ക്യാപിറ്റൽ അലോക്കേഷൻ ലൈൻ എന്ന് പറയുന്നത്. ക്യാപിറ്റൽ അലോക്കേഷൻ ലൈൻ. റിസ്ക് ഫ്രീ റേറ്റ്, അതായത് റിസ്ക് കുറവുള്ള റേറ്റ് ആണ് ഇവിടെ. അതായത് നോക്കുക, ടാൻജൻസി പോർട്ട്ഫോളിയോ എന്ന് പറയുന്നത് ഇതാണ്. റിസ്ക് ഫ്രീ അസറ്റും റിസ്കി അസറ്റും കൂടെ ഇന്റർജക്റ്റ് ചെയ്യുന്നത്. അതായത് ഇതെന്ന് പറയുന്നത് റിസ്ക് ഫ്രീ അസറ്റ് ആണ്. ഈ വരച്ചിരിക്കുന്ന ലൈൻ എന്ന് പറയുന്നത് റിസ്ക് ഫ്രീ അസറ്റിന്റെ ലൈനാണ്. ഇതിൽ വരുന്നതൊക്കെ റിസ്ക് ഫ്രീ ആയിട്ടുള്ള അസറ്റുകളെയാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്തിട്ടുള്ളത്. ഇവിടെ നോക്കുക, ഇത് ഈ ഒരു പാർട്ടിലോട്ട് വരുന്ന അസറ്റുകളൊക്കെ റിസ്ക് ഫ്രീ ആയിട്ടുള്ള അസറ്റ് ആയിരിക്കും. അപ്പോൾ എന്താണ് അതിന് ചേഞ്ചസ് ഇല്ല. റിട്ടേൺ റിസ്ക് എപ്പോഴും സ്ട്രേറ്റ് ലൈൻ ആയിരിക്കും. സോ ഇതാണ്, അതായത് ഫിക്സഡ് കോസ്റ്റ് എന്ന് നമ്മൾ പറയുന്നത് ചേഞ്ച് ഇല്ല. അതേപോലെ റിസ്ക് ഫ്രീ അസറ്റ് ആണ്. അപ്പോൾ ഇതിൻ്റെ റിട്ടേൺ എപ്പോഴും എന്തായിരിക്കും, ഫിക്സഡ് ആയിരിക്കും. അതായത് നിങ്ങൾ ബാങ്കിൽ ഇപ്പോൾ ഡെപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്നതിന് റിസ്ക് ഇല്ല, അല്ലേ? പറയുകയാണെങ്കിൽ ഒരു സർട്ടൺ എക്സ്റ്റെൻഡ് വരെ 99 ഇന്നത്തെ എക്കണോമി പറയുകയാണെങ്കിൽ 99% റിസ്ക് ഇല്ല. അപ്പോൾ അതെന്ന് പറയുന്നത് റിസ്ക്, അതിൻ്റെ റിട്ടേൺ എപ്പോഴും എന്തായിരിക്കും, ഫിക്സഡ് ആയിരിക്കും. അത് അത്തരത്തിലുള്ള അസറ്റുകളെ പ്ലോട്ട് ചെയ്തിട്ട് നമ്മൾ വരയ്ക്കുന്നതാണ് ഈ ഒരു ലൈൻ എന്ന് പറയുന്നത്. അതാണ് ബെസ്റ്റ് പോസിബിൾ ക്യാപിറ്റൽ അലോക്കേഷൻ ലൈൻ എന്ന് പറയുന്നത്. അതായത് റിസ്ക് ഫ്രീ റേറ്റ് ആണ്. ഇനി നിങ്ങൾ റിസ്കി അസറ്റിനെ എല്ലാം ഇവിടെ പ്ലോട്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഓരോ ഇൻഡിവിജ്വൽ അസറ്റിനെയും പ്ലോട്ട് ചെയ്തിട്ടുണ്ട്. ഇനി റിസ്കി അസറ്റും റിസ്ക് ഫ്രീ അസറ്റും കൂടെ ഇന്റർജങ്ഷൻ ചെയ്യുന്ന ഈ ഒരു ലൈനിൽ വരുന്നത് ഏതാണോ ഇതായിരിക്കും എഫിഷ്യന്റ് പോർട്ട്ഫോളിയോ എന്ന് പറയുന്നത്. എഫിഷ്യന്റ് പോർട്ട്ഫോളിയോ, അതായത് ടാൻജൻസി പോർട്ട്ഫോളിയോ എന്ന് പറയും. എഫിഷ്യന്റ് പോർട്ട്ഫോളിയോ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഹൈപ്പർബോളേനെയാണ് നമ്മൾ എഫിഷ്യന്റ് ഫ്രോണ്ടിയർ എന്ന് പറയുന്നത്. ഇനി
അപ്പോൾ നമ്മൾ ഫസ്റ്റ് ലൈനിൽ പറയുന്നത് ഹൈപ്പർബോള ക്രിയേറ്റ് ചെയ്യുന്നുണ്ടെന്നാണ്. അതിൻ്റെ അകത്ത് പിന്നെ ക്യാപിറ്റൽ അസറ്റ് ലൈനിനെ കുറിച്ചാണ് പിന്നെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത്. അതായത് റിസ്കി അസറ്റും റിസ്ക് ഫ്രീ അസറ്റും കൂടെ നമ്മൾ ഇൻ്റർജക്റ്റ് ചെയ്യുന്നിടത്താണ് ഏത് വരുന്നത്, ടാൻജൻസി പോർട്ട്ഫോളിയോ, അതായത് ബെസ്റ്റ് എഫിഷ്യൻറ്റ് പോർട്ട്ഫോളിയോ എന്ന് പറയുന്നത്. ദെൻ ഇനി ഈ ഒരു ഹൈപ്പർബോളേൻ്റെ ലോവർ സെക്ഷനിലോട്ട്, നിങ്ങളുടെ ലാസ്റ്റ് സെൻറ്റൻസ് നോക്കുക, ലോവർ സെക്ഷനിലോട്ട് വരുമ്പോൾ ലോവർ സെക്ഷനിൽ എന്തായിരിക്കും, ഇവിടെ നോക്കുക, റിട്ടേൺ എങ്ങനെയാണ്, കുറവാണ് അല്ലേ. ഇവിടെ റിട്ടേൺ അത്രയേ ഉള്ളൂ, ഇത്രയൊക്കെ ഉള്ളൂ. പക്ഷേ റിസ്ക് എന്താണ്, കൂടുതലാണ്. അപ്പം ലോവർ സെക്ഷൻ ഷോസ് ദാറ്റ് ദി അസറ്റ് വിത്ത് ലോവർ റിട്ടേൺ വിത്ത് ഹയർ റിസ്ക് ആണ്. ദെൻ അപ്പർ പോർഷൻ ഓഫ് ദി ഹൈപ്പർബോളയുടെ മുകളിലത്തെ ഭാഗത്തേക്ക് പോകുന്നതും റിസ്ക് കൂടുതലായിരിക്കും, റിട്ടേണും കൂടുതലായിരിക്കും. ഹിയർ ഷോസ് ദി മോർ റിട്ടേൺ അസറ്റ്സ് വിത്ത് മോർ റിസ്കി അസറ്റ്. റിട്ടേൺ കൂടുന്നതായിരിക്കും, റിസ്ക് കൂടുന്നുണ്ടായിരിക്കും. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെയും ഇടയിൽ വരുന്നതാണ് നമ്മുടെ എഫിഷ്യൻറ്റ് ഫ്രണ്ട് എന്ന് പറയുന്നത്. അതായത് ഇതൊക്കെ ഏകദേശം ഒരു ഇതിൽ വരുന്നത്, അതായത് റിസ്ക്കും റിട്ടേണും ഈക്വൽ ആയിട്ട് വരുന്നത് ആ ഒരു പോർഷനാണ് നമ്മൾ പറയുന്നത്. എന്താ പറയുക, നമ്മൾ മറ്റേ ബ്രേക്ക് ഈവൻ വരയ്ക്കില്ലേ നിങ്ങൾ, ബ്രേക്ക് ഈവൻ വരുമ്പോൾ നോ പ്രോഫിറ്റ് നോ ലോസ്, ദാറ്റ്സ് ഓക്കെ ടാൻജൻസി പോർട്ട്ഫോളിയോ എന്ന് പറയുന്നത്. ദാറ്റ്സ് എ എഫിഷ്യൻറ്റ് പോർട്ട്ഫോളിയോ. ക്ലിയർ ആയില്ലേ. അപ്പോൾ ഈ ഒരു കാര്യമാണ് ഞാൻ ഇതിൻ്റെ മുമ്പിലത്തെ സ്ലൈഡിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നോക്കുക, ഇത് ഇത്രയും വൈഡായിട്ട് പറഞ്ഞത് ഈ ഒരു ഇൻവെസ്റ്റ്മെൻറ്റിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തിയറി തന്നെയാണ് എഫിഷ്യൻറ്റ് പോർട്ട്ഫോളിയോ അല്ലെങ്കിൽ ഈ ഒരു മാർക്കോസ് തിയറി എന്ന് പറയുന്നത്. ഓക്കെ, ബൈ. അപ്പം മെയിനായിട്ടും ഇതിൽ രണ്ട് കാര്യമുള്ളൂ. റിസ്ക് റെഡ്യൂസ് ചെയ്തുകൊണ്ട് മാക്സിമം റിട്ടേൺ കിട്ടത്തക്ക രീതിയിൽ നമ്മൾ എന്ത് ചെയ്യും, ഡൈവേഴ്സിഫിക്കേഷൻ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് പോർട്ട്ഫോളിയോ ഉണ്ടാക്കും. അതിന് ഏറ്റവും എഫിഷ്യൻ്റ് ആയിട്ടുള്ള പോർട്ട്ഫോളിയോ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു തിയറി ഉപയോഗിക്കുന്നത്. ഓക്കെ.